ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരണമേ. ആമേൻ. പുതിയ നിയമത്തിലെ പ്രവചന പുസ്തകമെന്നറിയപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് തുടങ്ങുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന അന്നത്തെ ഏഷ്യ മൈനറിൽ സ്ഥിതി ചെയ്തിരുന്ന എഫസോസ്, സ്മർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്നീ 7 സഭകൾക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പെന്തിക്കോസ്ത് നാൾ മുതൽ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയം വരെ, അതായത് ഉത്പ്രാപനം വരെയുള്ള എല്ലാ സഭകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രായോഗികമായ ദൈവവചനം ദൈവമക്കൾക്ക് പകരുന്നതാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഈ 7 സഭകളും ക്രിസ്തീയ സഭകളുടെ ചരിത്രത്തിലുള്ള 7 കാലഘട്ടങ്ങളിലെ സ്വഭാവങ്ങളുടെ സാദൃശ്യമായി പ്രതിനിധീകരിക്കപ്പെടുന്നു. ബ്രദർലി ലവ് അഥവാ സഹോദര സ്നേഹം എന്നറിയപ്പെടുന്ന ഫിലഡൽഫിയ ചർച്ചിനെക്കുറിച്ചാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. കർത്താവിന് നല്ലത് മാത്രം പറയുവാനുള്ള സ്മിർന ചർച്ചിൻ്റെ കൂടെ ഇതാ ഫിലഡൽഫിയ ചർച്ചും ചേരുന്നു. എഫെസസിൽ നിന്നും ഏകദേശം 70 മൈൽ ഇൻലൻഡിൽ സ്ഥിതി ചെയ്തിരുന്ന മോഡേൺ ടർക്കിയിലെ അലാഷഹിയർ എന്ന പട്ടണമായി ഇന്ന് അറിയപ്പെടുന്നു. വലിയ ഭൂകമ്പങ്ങളാൽ നശിക്കപ്പെട്ട ഈ നഗരം പെർഗമോസ് രാജാവായ ഫിലാഡൽഫസ് എന്ന മറുപേരുള്ള രാജാവ് BC 140-ൽ ഈ നഗരം പുതുക്കിപ്പണിതു. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നുമാണ് ഈ നഗരത്തിന് ഫിലദൽഫിയ അഥവാ ഫിലഡൽഫിയ എന്ന് പേർ വന്നത് എന്ന് അറിയപ്പെടുന്നു. പഴയ സിറ്റിയുടെ വളരെ കുറച്ച് ശേഷിപ്പുകൾ മാത്രമേ ഇവിടെ ശേഷിച്ചിട്ടുള്ളൂ. വലിയ ഉറപ്പുള്ള തറക്കെട്ടുകളും 2 വലിയ പില്ലേഴ്സും ഇവിടെ നമുക്ക് കാണാം. നമുക്ക് 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഫിലഡൽഫിയയ്ക്കുള്ള ഈ എഴുത്തിൽ കർത്താവ് തന്നെ വിശുദ്ധനും സത്യവാനുമായി പരിചയപ്പെടുത്തുന്നു. എബ്രായർക്കുള്ള ലേഖനം 7-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ യേശുവിനെ പവിത്രനും നിർദോഷനും നിർമ്മലനുമായ ഒരു മഹാപുരോഹിതനായി നാം കാണുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ വഴിയും സത്യവും ജീവനുമായി പരിചയപ്പെടുത്തുന്നു. വീണ്ടും കർത്താവ് തന്നെ ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനെന്ന് പരിചയപ്പെടുത്തുന്നു. ദാവീദ് രാജാവിൻ്റെ വംശാവലിയിൽ ജനിച്ച മശിഹയാണ് യേശുക്രിസ്തു. രക്ഷിക്കപ്പെട്ട ജ്യൂസ് ആൻഡ് ജെൻറ്റൈൽസ് കർത്താവ് ഭൂമിയിൽ ഇസ്രയേൽ സ്ഥാപിക്കുന്ന രാജ്യത്തിൽ പങ്കുള്ളവർ ആണ്. യെശയ്യാവ് 22-ാം അധ്യായം 22 വരെയുള്ള വാക്യങ്ങളിൽ ഹിസക്കിയ രാജാവ് തൻ്റെ രാജധാനി വിചാരകനായ എലാക്കിമിന് രാജധാനിയുടെ താക്കോൽ കൊടുത്തത് നമുക്ക് വായിക്കാം. എലാക്കിമിൽ കൂടിയല്ലാതെ ആർക്കും രാജ്യസന്നദ്ധിയിൽ പ്രവേശനം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൽ കൂടി നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള ഒരു തുറന്ന വാതിലുണ്ട്. അത് അടയ്ക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അതുപോലെ തന്നെ ക്രിസ്തുവിൽ കൂടി അല്ലാതെ ആർക്കും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനും പറ്റുകയില്ല. പ്രൈസ് ദ ലോർഡ്. നമുക്ക് 8-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ഫിലഡൽഫിയ ചർച്ചിനെക്കുറിച്ച് ഈ വാക്യത്തിൽ കർത്താവ് 3 അനുമോദനങ്ങൾ നൽകുന്നു. ഒന്നാമതായി, അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ. രണ്ടാമതായി, അവർ സഹിഷ്ണുതയുള്ളവരായി ദൈവവചനം സ്വീകരിച്ച് കാക്കുന്നു. മൂന്നാമതായി, അവർ ദൈവനാമം നിഷേധിച്ചിട്ടില്ല.
അവർ ശക്തി കുറഞ്ഞവർ ആയിരുന്നു, എങ്കിലും സഹിഷ്ണുതയോടെ ദൈവകൽപ്പനകൾ പ്രമാണിച്ച് വിശ്വസ്തരായി അവർ ജീവിക്കുന്നു. ദൈവവചനം പ്രമാണിച്ച് കർത്താവിൽ വിശ്വസിച്ച് സ്ഥിരതയുള്ളവരായി കാണുവാനാണ് ഒരു സഭയായി കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ലൗകികമായ ധനമോ വലിപ്പമോ അല്ല. വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന 6ാമത്തെ ഫിലഡൽഫിയ ചർച്ചിൻ്റെ വിശ്വാസവും വിശ്വസ്തതയും സഹിഷ്ണുതയും നല്ല പ്രവൃത്തികളും പിന്തുടരുവാൻ നാം ബാധ്യസ്ഥരാണ്. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ മുമ്പിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകൂ എന്നതിന് സംശയമില്ല. നമ്മുടെ ഇന്നത്തെ സഭകൾ സ്മിർന ചർച്ചിൻ്റെയും ഫിലഡൽഫിയ ചർച്ചിൻ്റെയും വഴികളിൽ നടക്കുവാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. നമുക്ക് 9ാമത്തെ വാക്യം ഇപ്പോൾ വായിക്കാം. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിവാനും സംഗതി വരുത്തും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ സ്മിർന സഭയിൽ കണ്ടതുപോലെ വിശ്വാസികളുടെ ആത്മീയ ജീവിതം കഷ്ടത്തിലാക്കുന്ന യഹൂദ പ്രമാണികളെ ഫിലഡൽഫിയ ചർച്ചിലും നാം കാണുന്നു. കർത്താവ് ഇവരെ സാത്താൻ്റെ പള്ളികൾ, സിനഗോഗ് ഓഫ് സൈറ്റൻ എന്ന് വിളിക്കുന്നു. ഇവിടെ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് വ്യക്തമല്ല. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെയും 3-ാമത്തെയും അധ്യായങ്ങളിൽ പറയുന്നത് പോലെ സർക്കംസിഷൻ ഉൾപ്പെടെയുള്ള മോശയുടെ ന്യായപ്രമാണങ്ങളും ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു ഇത് എന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ വിശ്വാസത്യാഗം ചെയ്യാത്ത ഈ വിശ്വാസികൾ വിജയം പ്രാപിച്ച് കർത്താവിൻ്റെ പുതിയ ഭൂമിയിലെ വാഴ്ച സമയത്ത് ദൈവത്തോടുകൂടി അധികാരത്തോടെ വാഴുമെന്നും സാത്താൻ്റെ പള്ളിക്കാർ അവരുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുമെന്നും യേശു ഈ വിശ്വാസികളെ അറിയിക്കുന്നു. കർത്താവ് എത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നുവെന്നും കർത്താവ് അവരെ അറിയിക്കുന്നു. നമുക്ക് 10ാമത്തെ വാക്യം വായിക്കാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും. സഹിഷ്ണുതയോടെ വിശ്വാസം കാത്ത ഫിലഡൽഫിയയിലെ സഭ കർത്താവിൻ്റെ മധ്യാകാശ വരവിൻ്റെ സമയത്ത് എടുക്കപ്പെടുമെന്നുള്ള സൂചന ഇവിടെ യേശു കർത്താവ് അവർക്ക് നൽകുന്നു. അവർ മഹാപീഡന കാലത്തും ന്യായവിധി സമയത്തും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് അവരോട് പ്രബോധിപ്പിക്കുന്നു. യേശു ഒരു കുറ്റവും പറയാത്ത സ്മിർന സഭയുടെ കൂടെ നമുക്ക് ഫിലഡൽഫിയ ചർച്ചിനെയും പഠിക്കാം. ഭൂമിയിൽ വരാൻ പോകുന്ന മഹാപീഡന കാലത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നു. എന്നാൽ ജൂഡേസത്തിലെ തെറ്റായ രീതികൾ സ്വീകരിക്കാതെ സഹിഷ്ണുതയോടെ വിശ്വാസം കാത്ത ഈ സഭയെ യേശു കർത്താവ് കാത്തുകൊള്ളും. അവർ മഹാപീഡന കാലം കടന്നു പോകേണ്ടി വരികയില്ല എന്ന് കർത്താവ് ഇവിടെ ഉറപ്പു നൽകുന്നു. ഇങ്ങനെയുള്ള സഭകൾ മഹാപീഡന കാലത്തിന് മുമ്പ് തന്നെ സഭകൾ എടുക്കപ്പെടുന്ന സമയത്ത് എടുക്കപ്പെടുമെന്ന് 1 തെസ്സലോനിയർ 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. സഭകളുടെ ആശയും പ്രത്യാശയുമായ കർത്താവിൻ്റെ മധ്യാകാശ വരവ് തന്നെയാണ് തീത്തോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ മഹാപീഡന കാലങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ മധ്യാകാശ വരവ് സമയത്ത് എടുക്കപ്പെടുന്ന സഭകൾക്ക് മഹാപീഡന കാലങ്ങളെക്കുറിച്ച് ആകുല ചിന്ത ആവശ്യമില്ല. അതെത്ര ഭാഗ്യമായ ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് വരുവാനാണ് നമ്മളുടെ സഭകളും ശ്രമിക്കുന്നത്. ആ ഒരു മഹാഭാഗ്യത്തിനായിട്ടാണ് നമ്മുടെ ഓരോ സഭകളും ഇപ്പോൾ ഒരുങ്ങേണ്ടത്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത സമയത്ത് അത് എത്ര അനുയോജ്യമായ കാര്യമാകുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ സഭകളെയും കർത്താവ് ഒരുക്കട്ടെ. 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. കർത്താവ് പ്രശംസിക്കുക മാത്രം ചെയ്യുന്ന ഫിലഡൽഫിയ സഭ പരിമിതികൾ ധാരാളം ഉണ്ടായിട്ടും ദൈവവചനം കാത്തു സൂക്ഷിച്ചു. ഇന്നുള്ള നമ്മളുടെ എല്ലാ സഭകളുടെയും പ്രതീക്ഷയും പ്രത്യാശയും ഉൽപ്രാപണമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ എടുക്കപ്പെടുന്നതാണ്.
എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇവിടെ വേഗം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഉടനെ എന്ന് അർത്ഥമില്ല. പിന്നെയോ പെട്ടെന്ന്, പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തെയാണ് ഇത് കുറിക്കുന്നത്. ഫിലഡൽഫിയ ചർച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന സഭ ഇന്ന് എല്ലാ സഭാവിഭാഗങ്ങളിലും ചിന്നിച്ചിതറിക്കിടക്കുന്നു. എന്താണ് ഇവിടെ കിരീടം അഥവാ ക്രൗൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സഭയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി തൻ്റെ സഭകളിൽ കൂട്ടായ്മ ആചരിക്കുന്ന വിശ്വാസികളെ ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ നിലനിർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് സഭയിലെ ഓരോ വിശ്വാസിയുടെയും കടമയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിൽ താൻ ഭൂമിയിൽ വാഴുന്ന സമയത്ത് ഓരോ വിശ്വാസിയും തൻ്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും. ഓരോ വിശ്വാസിക്കുമുള്ള പ്രതിഫലങ്ങളാണ് ഈ കിരീടം അഥവാ ക്രൗൺ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് തൻ്റെ സഭയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ജീവിതം മാറ്റിവെച്ച വിശ്വാസികൾക്ക് ഉള്ളതാണ്. കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മറ്റുള്ളവർക്ക് പകരുക എന്നത് ഓരോ വിശ്വാസിയുടെയും കടമയാകുന്നു എന്ന് ഈ വാക്യം നമ്മെ പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ആ കടമയുടെ ഗ്രിപ്പ് വിടരുത്, അത് മുറുക്കെ പിടിച്ചുകൊള്ളുക എന്നാണ് ഇവിടെ നമ്മെ കർത്താവ് പഠിപ്പിക്കുന്നത്. നമുക്ക് 12-ാമത്തെ വാക്യം വായിക്കാം. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്നും പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ഇന്നും ധാരാളം ക്രൈസ്തവരുള്ള ഒരു സ്ഥലമാണ് അലോഷിഹിയർ എന്നറിയപ്പെടുന്ന ഫിലഡൽഫിയ. AD 1900 മുതൽ ഉത്പാദനം അഥവാ കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടത്തെയാണ് ഫിലഡൽഫിയ ചർച്ച് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഫിലഡൽഫിയയിലെ ചർച്ചിലെ ജയാളികളായ വിശ്വാസികൾ ഒരിക്കലും വീണുപോകുകയില്ല എന്നും അവരെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഉറപ്പുള്ള തൂണുകളാക്കുമെന്നും കർത്താവ് അവർക്ക് വാക്ക് കൊടുക്കുന്നു. ഇവിടെ നാം കാണുന്നത് സ്വർഗത്തിൻ്റെ ഒരു പ്രതീകമാണ്. കർത്താവിന് പ്രശംസ മാത്രം പറയുവാനുള്ള ഫിലഡൽഫിയ സഭയ്ക്ക് ഇതാ വീണ്ടും ഒരു വാഗ്ദത്തം കൂടി കർത്താവ് നൽകുന്നു. അല്പമേ ശക്തിയുള്ളൂ എന്ന് മുദ്രകുത്തിയ ഫിലഡൽഫിയ ചർച്ചിനെ ശക്തിയുള്ള തൂണുകളാക്കി നിത്യതയിലും മാറ്റം വരാതെ സ്വർഗത്തിൽ സ്ഥാപിക്കുമെന്ന് ഇവിടെ കർത്താവ് അവർക്ക് വാഗ്ദത്തം നൽകുന്നു. എത്ര നല്ല വാഗ്ദത്തമാണ്! ഈ വാഗ്ദത്തത്തിന് വേണ്ടിയല്ലേ നാം എല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മുടെ സഭകൾക്കും ഈ 2 ശക്തിയുള്ള തൂണുകൾ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു തൂണ് എപ്പോഴും അകത്ത് തന്നെ നിൽക്കും എങ്കിലും കർത്താവിൻ്റെ നാമം അവസാനത്തോളം കാത്തുപരിപാലിക്കുന്ന ഓരോ വിശ്വാസിയുടെ ഓർമ്മയ്ക്കായും ദൈവത്തിൻ്റെ നാമം തന്നെ അവൻ്റെ മേൽ എഴുതുമെന്ന് ഇവിടെ നാം വായിക്കുന്നു. ദൈവനാമത്തിൻ്റെ കൂടെ പുതിയ യെരുശലേമിൻ്റെ പേരും കർത്താവിൻ്റെ പുതിയ പേരും അവൻ ധരിക്കും. കർത്താവുമായി വ്യക്തിപരമായി ബന്ധമുള്ളവർക്ക് ഇവിടെ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളുടെ കൂടെ കർത്താവിൻ്റെ പുതിയ പേരും ധരിക്കുമെന്നും കർത്താവുമായി വ്യക്തിപരമായി ബന്ധമുള്ള ഓരോ വിശ്വാസിക്കും കർത്താവിൻ്റെ പേർ പ്രതിഫലങ്ങളുടെ പ്രതീകമായി ഇവിടെ കിട്ടുന്നു എന്ന് നാം കാണുന്നു. ഓരോ സഭയോടും കർത്താവിന് ഓരോ ദൂതുണ്ട്. ഒന്നാമതായി ഏത് പ്രാദേശിക സഭയ്ക്ക് അഥവാ ലോക്കൽ ചർച്ചിന് വേണ്ടി എഴുതിയോ അവർക്ക് ഉള്ള ഒരു ദൂതാണിത്. രണ്ടാമതായി സഭായുഗത്തിലെ ഏതെങ്കിലും പ്രത്യേക കാലഘട്ടത്തിൽ ഓരോ സഭയ്ക്ക് ഉള്ള ദൂതാണിത്. മൂന്നാമതായി എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവസഭകൾക്കും ഓരോ വിശ്വാസികൾക്കും മൊത്തമായിട്ടുള്ളതും അവരുടെ സഭയ്ക്കായിട്ട് ഉള്ളതും ആയിട്ടുള്ള ദൂതുകൾ ആയിരുന്നു ദൈവം കൊടുത്തത്. ഓരോ സഭയോടും കർത്താവ് ഞാൻ നിന്നെ അറിയുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. അത് വളരെ ശ്രദ്ധേയമാണ്. കർത്താവ് നമ്മുടെ സഭകൾക്കും നമുക്കും ഒരുക്കി വച്ചിരിക്കുന്ന കിരീടം ആരും എടുക്കാതെ ഇരിക്കത്തക്കവണ്ണം നമുക്ക് പിടിച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കുമോ? ജയിക്കുന്നവർക്ക് കൊടുക്കുന്ന കർത്താവിൻ്റെ ആലയത്തിലുള്ള ഒരു തൂണാകുവാൻ നമ്മുടെ സഭകൾക്ക് ഇന്ന് സാധിക്കുമോ? പുതിയ യെരുശലേം എന്ന കർത്താവിൻ്റെ നഗരത്തിൻ്റെ നാമവും കർത്താവിൻ്റെ പുതിയ നാമവും നമ്മുടെ സഭകൾക്ക് കിട്ടുവാൻ സാധിക്കുമോ? നമ്മുടെ സഭകൾക്ക് എപ്പോഴും അകത്തു തന്നെ നിൽക്കുന്ന ഒരു തൂണായി കാണുവാൻ സാധിക്കുമോ? ദൈവനാമത്തിൻ്റെ കൂടെ പുതിയ യെരുശലേമിൻ്റെ പേരും കർത്താവിൻ്റെ പുതിയ പേരും
നമ്മൾ ധരിക്കുമെന്ന് നമുക്ക് ധൈര്യമായി പറയുവാൻ സാധിക്കുമോ? വ്യക്തികളായും സഭയായും നമുക്ക് ഇതിനു വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്. കർത്താവ് വരുവാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ വിളക്കുകളിൽ എണ്ണ നിറച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്ന ആ 5 കന്യകമാരെ പോലെ നമുക്കും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കാം. അതിന് വ്യക്തിപരമായും കുടുംബമായിട്ടും സഭയായിട്ടും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലഡൽഫിയ സഭയുടെ ദൂത് ഇവിടെ ചുരുക്കമായി നിർത്തുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.